കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം മേധാവി. സാറേ പേരെന്ന് പരിചയപ്പെടുത്തിക്കേ. ഞാൻ ഡോക്ടർ ജി ബൈജു, ഡയറക്ടർ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ സ്ഥാപനം ശ്രീകാര്യം, തിരുവനന്തപുരം. അപ്പോൾ ഇവിടുത്തെ സേവനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ്. സാറേ വീഡിയോയിലേക്ക് പോകാലോ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കിഴങ്ങ് വിളകൾ ഒരു ഡസനോളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം അറിയാം, നമ്മുടെ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്നും പറയും ചില സ്ഥലങ്ങളിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി തമിഴ്നാട്ടിലാണ്. കേരളത്തിനായിരുന്നു ഒന്നാം സ്ഥാനം. പക്ഷെ അടുത്ത കാലത്തായിട്ട് തമിഴ്നാട് സ്റ്റാർച്ച്, ചൗവരിയൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള പുതിയ ഇനങ്ങൾ അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പം കേരളത്തിനേക്കാളും കുറച്ച് മുന്നിൽ തമിഴ്നാട്. പക്ഷേ കേരളവും തമിഴ്നാടുമാണ് നമ്മുടെ രാജ്യത്ത് മരച്ചീനിയുടെ 70% കൃഷി ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ വിള മധുരക്കിഴങ്ങിന് ഇന്ന് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൂപ്പർ ഫുഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CTCRയുടെ ഗവേഷണത്തിലൂടെ ഞങ്ങൾ പുതിയ ഓറഞ്ച് നിറമുള്ളത്, പർപ്പിൾ നിറമുള്ള ഇനങ്ങളൊക്കെ ഭൂസോണ, ഭൂകൃഷ്ണ ഇതൊക്കെ ഇറക്കിയതോടുകൂടി അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുകയും നമുക്ക് കേരളത്തിലൊരു തിരിച്ചുവരവ് വരണം മധുരക്കിഴങ്ങിൻ്റെ കാര്യത്തിൽ. അതിനാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ശ്രമം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഇനങ്ങൾ ഏതൊക്കെയാണ് സാറേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കപ്പയിൽ ശ്രീ അന്നം, ശ്രീ മന്ന, 2 ഇനങ്ങൾ നമ്മുടെ മുൻ മന്ത്രി ശ്രീ പ്രസാദ് അവർ ചേർത്തലയിൽ വെച്ചാണ് ഞങ്ങളത് പുറത്തിറക്കിയത്. അത് കേരളത്തിലെ കർഷകർക്കായിട്ട് ഞങ്ങളിപ്പം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? അതിന് വളം കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് കൊടുത്താലും കൂടുതൽ വിളവ് തരും. എത്ര മാസം കൊണ്ട് വിളവെടുക്കാം? വിളവ് ഇപ്പോഴത്തെ ഈ വെറൈറ്റിക്കെല്ലാം 8 മാസം ഒക്കെയാണ് വിളവ്. 7-8 മാസം കൊണ്ട് എടുക്കാം. പക്ഷേ ഈ പണ്ടത്തെ കപ്പയും ഇപ്പോഴത്തെ കപ്പയായിട്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം മാറ്റം വരുത്തുന്നുണ്ട് ഈ വെറൈറ്റിക്കൊക്കെ? ഈ പ്രധാനമായിട്ട് നമുക്ക് കപ്പയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്റ്റാർച്ചാണ്. ചോറിലുള്ളത് സ്റ്റാർച്ചാണ്, നമുക്ക് ഊർജ്ജം തരും. പക്ഷെ അതുകൂടാതെ നമ്മൾ വൈറ്റമിൻസ്, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് പറയും, അയൺ, ഫോസ്ഫറസ്, കാൽഷ്യം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ അളവ് കൂടുകയും അതേപോലെ അല്പം മഞ്ഞ നിറമുള്ള കിഴങ്ങുകളുണ്ട്. ശ്രീ സുവർണ, ശ്രീ സ്വർണ്ണ എന്നൊക്കെ പറയും, സ്വർണ്ണത്തിൻ്റെ നിറം. അതിൽ ബീറ്റാ കരോട്ടീൻ അല്ലെങ്കിൽ വൈറ്റമിൻ എ കൂടി വളരെ കുറച്ച് കൂടുതലാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാച്ചിലുണ്ട് നീലിമ, ശ്രീ നീലിമ, അതും ഒരു പർപ്പിൾ നിറമുള്ള കാച്ചിലാണ്. പിന്നെ ബാക്കി എല്ലാ വിളകളിലും ഞങ്ങളിങ്ങനെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പരീക്ഷണം നടത്തിയാൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഒരു നേഴ്സറിയാണ് കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കണമല്ലേ സാർ അതൊക്കെ? ഞങ്ങൾക്ക് ഇതൊരു നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം നടത്തുന്ന ഒരു നഴ്സറിയുടെ യൂണിറ്റാണ് എന്ന് പറയുന്നത്. നമുക്ക് മരച്ചീനിയൊക്കെ പെട്ടെന്ന് കർഷകരിൽ ഒരു 100 ഏക്കറിലേക്കോ 1000 ഏക്കറിലേക്കോ എത്തിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു മരച്ചീനിയിൽ നിന്ന് നമുക്ക് 2 കമ്പ് കിട്ടും, ഒരു കമ്പിൽ നിന്ന് 8-10 കഷ്ണങ്ങൾ കിട്ടും. അതുകൊണ്ട് നമുക്ക് അധികം വ്യാപിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത കാലത്തായിട്ട് മിനി സെറ്റ് എന്ന് പറയും, നമ്മൾ രണ്ട് മുട്ടുള്ള കമ്പ് കഷ്ണം നട്ട് അതിനെ പ്രോ ട്രേകളിൽ വളർത്തി. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് 60-70 തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് രാജ്യത്താകമാനം ഇതിനെ വ്യാപിപ്പിക്കുന്നതിനായിട്ട് എല്ലാ വിളകൾക്കും മിനി സെറ്റ് ഉണ്ട്. കാച്ചിലിന് 25 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം നട്ടാൽ മതി, ചേനയ്ക്ക് 100 ഗ്രാം. അങ്ങനെ മിനി സെറ്റ് സാങ്കേതിക വിദ്യയിലൂടെ ഞങ്ങൾ വളരെ ദ്രുതഗതിയിൽ ഞങ്ങളുടെ ഇനങ്ങൾ കർഷകരിലേക്ക് രാജ്യത്ത് മൊത്തം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന കർഷകർക്കെല്ലാം ഞങ്ങൾ പരിശീലനങ്ങൾ ഞങ്ങൾ പുറത്തു പോകും. ആരും വിളിച്ചാലും മിക്കവാറും എല്ലാ ബ്ലോക്കിലും ജില്ലകളിലും വിളിച്ചാൽ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് ഉണ്ട്, ഓൺ ക്യാമ്പസ് ട്രെയിനിങ് ഉണ്ട്. വരുന്ന കർഷകർക്ക് എല്ലാം ഞങ്ങൾ പരിശീലനങ്ങൾ കൊടുക്കും. എങ്ങനെ വളർത്തണം, ശാസ്ത്രീയ കൃഷി രീതികൾ, എങ്ങനെ വളപ്രയോഗം, എങ്ങനെ അതിന് കീടനാശിനികൾ ലഭിക്കണം, എങ്ങനെ മൂല്യവർദ്ധനം നടത്തണം, എല്ലാത്തിനെയും പറ്റി ഞങ്ങളിവിടെ പരിശീലനം നൽകും. മറ്റ് പ്രധാനപ്പെട്ട കിഴങ്ങ് വിളകളെന്ന് പറയുന്നത് നമുക്കറിയാം, ചേന, നമ്മുടെ കാച്ചിൽ, ചേമ്പ്, കൂർക്ക, കൂവ. ഈ കിഴങ്ങ് വിളകളുടെ എല്ലാം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ, അത് എങ്ങനെയാണത് വളർത്തേണ്ടത്, അതിൻ്റെ ശാസ്ത്രീയ കൃഷി രീതികൾ, വളപ്രയോഗം വളരെ പ്രധാനമാണ്. കിഴങ്ങുവിളകൾക്ക് നമ്മൾ ശാസ്ത്രീയ രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ അതിൻ്റെ വിളവ് വളരെ കൂടും. കിഴങ്ങുവിളകൾക്ക് ഭയങ്കര കഴിവാണ്. 1 ഹെക്ടറിൽ 100 ടൺ വേണേലും നമുക്ക് മരച്ചീനി ഉൽപ്പാദിപ്പിക്കാം. അതിൻ്റെ പൊട്ടൻഷ്യൽ അത്രയുമാണ്. ഒരു ഏക്കറിൽ നിന്ന് 40 ടൺ, 1 ഏക്കറിൽ നിന്ന് 40 ടൺ മരച്ചീനി വരെ ഉപയോഗിക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ അത് എത്തണമെങ്കിൽ നമ്മളതിന് ആവശ്യമായ വളവും സമയത്ത് വെള്ളവും എല്ലാം കൊടുക്കണം. അപ്പോൾ അതിനുള്ള സാങ്കേതിക വിദ്യകളും അത്തരം വളങ്ങളുടെ മിശ്രിതങ്ങളും CTCRയിൽ ലഭ്യമാണ്. കസ്റ്റമൈസ്ഡ് ഫെർട്ടിലൈസർ എന്ന് പറയും. അതേപോലെ സൂക്ഷ്മ മൂലകങ്ങൾ നമുക്കറിയാം, ഇല മഞ്ഞളിക്കും, അയണിൻ്റെ കുറവ്, സിങ്കിൻ്റെ കുറവ്, കാൽഷ്യത്തിൻ്റെ കുറവ്, മഗ്നീഷ്യത്തിൻ്റെ കുറവ്. ഈ കുറവുകളൊക്കെ പല മണ്ണിലും വളരെ സാധാരണമാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിനായിട്ട് CTCR ഈ വിളകൾക്കെല്ലാം മൈക്രോ ഫുഡിൻ്റെ സാങ്കേതിക വിദ്യയുടെ പ്രോഡക്റ്റ് ഇവിടെ ലഭ്യമാണ്. പിന്നെ നമുക്ക് വരുന്നത് പ്രധാനമായിട്ട് ഇതിനെല്ലാം കീടരോഗങ്ങൾ വരും. ചേനയ്ക്കായാലും കാച്ചിലിനായാലും ചേമ്പിനായാലും മരച്ചീനിക്കായാലും എല്ലാം ഈ രോഗങ്ങളെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. CTCRയുടെ മരച്ചീനിയുടെ ഇലയിൽ നിന്നും 3 ജൈവ കീടനാശിനികൾ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ പേര് നന്മ, മേന്മ, ശ്രേയ എന്നാണ്.
പിന്നെ അതുകൂടാതെ ഞങ്ങൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജൈവ കൃഷിയിലൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. ട്രൈക്കോഡെർമയെ ഞങ്ങൾ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി. നമുക്കൊരു പോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 100 ലിറ്റർ വെള്ളത്തിൽ കലക്കാനുള്ള, മറ്റേത് നമ്മൾ ചാക്കിൽ അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ, ഇതൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ട്രൈക്കോഡെർമയും അതുപോലെ മറ്റു പല ഗുണമുള്ള സൂക്ഷ്മ ജീവികളെ ഞങ്ങൾ ക്യാപ്സ്യൂളുകളിലാക്കി അതും CTCRAയുടെ സെയിൽസ് കൗണ്ടറിലൂടെ കൊടുക്കുന്നുണ്ട്. ഈ മൈക്രോ ഫുഡുകളൊക്കെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ലിംഗ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും മെയിൽസ് വരും, ഓരോ ഗ്രൂപ്പ് ആൾക്കാർ വരും. അതിനായിട്ടൊരു ട്രെയിനിങ് സെൻ്ററുണ്ട്. അവിടെ വന്ന് ക്ലാസ് എടുത്ത് അവർക്ക് കിഴങ്ങുമായിട്ട് കർഷകർക്ക് വന്ന് അത് പാക്കറ്റിലാക്കി ലേബൽ ചെയ്ത് FSSAI ലൈസൻസും അതും ഞങ്ങൾ ഇവിടുന്ന് എടുത്തു കൊടുക്കും. അതും എടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക ആദ്യം കുറച്ച് നാൾ. പിന്നെ നിങ്ങൾക്ക് തന്നെ അവിടെ പോയി നിങ്ങളുടെ സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വല്ല ചാർജ് വല്ലതും ഈടാക്കാറുണ്ടോ? ചാർജ് വളരെ തുച്ഛമാണ്. ഞങ്ങളുടെ ചിലവെന്ന് പറയുന്ന കറണ്ടിൻ്റെ ആ മെഷീൻ്റെ ചിലവെന്ന് പറയുന്ന ഒരു ദിവസം ഒരാൾക്ക് 200 രൂപ സംതിങ്, അത്ര ആ ഒരു ചിലവ് മാത്രം. താമസ സൗകര്യം അന്നേരം? താമസ സൗകര്യം നമുക്കിവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ട്രെയിനിങ് സെൻറ്റർ, അത് വരുന്നവർക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള താമസ സൗകര്യം അറേഞ്ച് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ്. മാത്രമല്ല സാരക്കഞ്ചില് പോകാത്ത സ്ഥലങ്ങളില്ല അല്ലേ? ഇന്ത്യയിലും വിദേശത്തൊക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ സന്ദർശിച്ച് പുതിയ ടെക്നോളജിയിലൂടെ നടപ്പാക്കി ഏറ്റവും പെട്ടെന്ന് ടെക്നോളജികൾ കൃഷിക്കാരിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ ഇത്ര അവസരങ്ങൾ പരമാവധി കൃഷിക്കാരുമൊക്കെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കാര്യത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അടിപൊളി സ്ഥാപനം. ഓക്കെ അല്ലേ സാറേ? ഓക്കെയാണ്.